എല്ലാവർക്കും ടെക്ലൈമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോട്ടോ എഡ്ജ് 50 പ്രോയും റിയൽമി GT60 നമ്മൾ കമ്പാരിസൺ ആണ്. സോ രണ്ട് സ്മാർട്ട് ഫോണും ഓൾമോസ്റ്റ് 35K റേഞ്ചാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. 30 to 35K പ്രൈസ് റേഞ്ചിൽ ഇതിൽ ഏതാണ് ബെറ്റർ നമുക്ക് നോക്കാം. നമുക്ക് സ്പെക്കൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോ 8.19 mm ആണ് തിക്നെസ് വരുന്നത്. 186 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വീഗൻ ലെതർ ബാക്കാണ് വരുന്നത്. അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. IP68 റേറ്റിംഗും ഗൊറില്ല ഗ്ലാസ് 5ന്റെ ഫ്രണ്ട് ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതേസമയം റിയൽമി GT60 ആണെങ്കിൽ 8.65 mm ആണ് തിക്നെസ് വരുന്നത്. 191 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. IP65 റേറ്റിംഗ്, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. സോ ബിൽഡ് ക്വാളിറ്റിയും പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലൊക്കെ ഏതാണ്ടൊക്കെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് മോട്ടോ എഡ്ജ് 50 പ്രോ ആണ്. കാരണം ഒന്ന് സ്ലിമ്മറാണ്, ലൈറ്ററാണ്, പിന്നെ അലൂമിനിയത്തിൻ്റെ ഫ്രെയിം വരുന്നുണ്ട്, IP68 റേറ്റിംഗും വരുന്നുണ്ട്. റിയൽമി ആണെങ്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ പ്രൊട്ടക്ഷനും ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഡിസൈനൊക്കെ അടിപൊളിയാണ്. മോട്ടോ കാണാനൊക്കെ ഒരു മാർക്കറ്റ് ഫീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഡിസൈൻ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന റിയൽമി എഡ്ജ് 50 പ്രോ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ 6.7 ഇഞ്ചിൻ്റെ 1.5K കർവ്ഡ് 144 ഹെർട്സിൻ്റെ 10-bit POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 2000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10+ സപ്പോർട്ട് ഉണ്ട്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും HDR സപ്പോർട്ട് കാണിക്കുന്നില്ല. മേ ബി ഫ്യൂച്ചറിൽ അപ്ഡേറ്റിൽ വരുമായിരിക്കും. റിയൽമി GT60 നമ്മൾ നോക്കുവാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K 120 ഹെർട്സിൻ്റെ കർവ്ഡ് LTPO AMOLED പാനലാണ് വരുന്നത്. ഇതും 10-bit തന്നെയാണ്. 1 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് വരെയാണ് റിഫ്രഷ് റേറ്റ് സ്വിച്ച് ചെയ്യുന്നത്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 6000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കണ്ട, ഒരു ചെറിയൊരു വിൻഡോയിൽ മാത്രമേ 6000 നിറ്റ്സ് വരത്തുള്ളൂ. ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് നോക്കുമ്പോൾ ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 1600 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10+ വരുന്നുണ്ട്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ടും വരുന്നുണ്ട്. ഇവിടെയും ഇപ്പോൾ HDR സപ്പോർട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും വരുന്നില്ല. ഫ്യൂച്ചറിൽ എന്തായാലും വരും. സോ ഡിസ്പ്ലേ ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ രണ്ടും കർവ്ഡ് ആണ്, രണ്ടും 1.5K ആണ്. എന്നാലും ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമി ആണ്. പിന്നെ പാൻഡോൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് മോട്ടോ എഡ്ജ് 50 പ്രോയിൽ. നമുക്ക് നല്ല കളർ ആക്യുറേറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. പക്ഷേ ടെസ്റ്റിങ്ങിൽ നോക്കുമ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ് കളർ ആക്യുറസിയൊക്കെ. രണ്ട് സ്മാർട്ട് ഫോൺ എടുത്താലും ഒരു കുഴപ്പം വരത്തില്ല ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ്. ഇത് നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. മോട്ടോ എഡ്ജ് 50 പ്രോയിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്പേഷ്യൽ ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം റിയൽമി GT60 ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇവിടെയും ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ ടെസ്റ്റിങ്ങിൽ വന്ന് നോക്കുമ്പോൾ മോട്ടോയാണ് ഇച്ചിരി സെപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നത്. മോട്ടോയുടെ സ്റ്റീരിയോ സ്പീക്കറാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഇത് നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് വരുന്നത്. 4 nm TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സറാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ഞാൻ സ്പെക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 8GB 256ഉം 12GB 256 ആണ് വരുന്നത്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് രണ്ട് വേരിയൻറ്റിലും വരുന്നത്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ 30K LPDDR4X റാമും UFS 2.2 ഒക്കെ മോശമാണ്, പോരാന്ന് വേണമെങ്കിൽ പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ മിക്ക സ്മാർട്ട് ഫോൺസും LPDDR5 റാമോ UFS 4.0 സ്റ്റോറേജൊക്കെയാണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഇവർക്ക് UFS 3.1 ആണെങ്കിലും കൊടുക്കാമായിരുന്നു. ഇനി നമ്മൾ റിയൽമി GT60 കാര്യം നമ്മൾ പോവുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ആണ് ലേറ്റസ്റ്റ് പ്രോസറാണ്. 4 nm TSMC മാനുഫാക്ചറിംഗ് പ്രോസറാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. സ്പെക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 8GB 128, 12GB 256, 12GB 512 ഇങ്ങനെയാണ് വരുന്ന വേരിയൻറ്റ്. അതിൽ 8GB 128ന് LPDDR5X റാമും UFS 3.1 സ്റ്റോറേജും 12GB 256ഉം 12GB 512നും LPDDR5X റാമും UFS 4.0 സ്റ്റോറേജാണ് വരുന്നത്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു കോമ്പറ്റീഷനും വരുന്നില്ല. ബെറ്റർ റിയൽമി GT60 ആണ്. ഇപ്പോൾ ഗെയിമേഴ്സിന് ആയാലും എന്താ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയാലും ബെറ്റർ സ്മാർട്ട് ഫോൺ റിയൽമി GT60 ആണ്. മോർ പവർഫുൾ പ്രോസറാണ്. ഇനി ആൻറ്റിറ്റ്യൂഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ നമുക്ക് 8,46,105 ആണ് ടോട്ടൽ സ്കോർ വരിക. CPU 2,64,512, GPU 2,50,5068 ആണ് വരുന്നത്. അതേസമയം റിയൽമി GT60യിൽ 14,87,068 ആണ് ടോട്ടൽ സ്കോർ വരിക. CPU 3,76,895, GPU 4,98,321. സോ കാണുമ്പോൾ തന്നെ അറിയാം ബെറ്റർ പ്രോസർ ഉള്ള സ്മാർട്ട് ഫോൺ റിയൽമി GT60 ആണ്. സോ നമ്മൾ Geekbench 6ന്റെ സ്കോർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് മോട്ടോയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. സോ നമുക്ക് സ്പെക്ക് ഫസ്റ്റ് നോക്കാം. മോട്ടോ എഡ്ജ് 50 പ്രോയിൽ പ്രൈമറി ഒരു 50 MP f1.4 ആപ്പച്ചർ വരുന്ന
സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മാക്സിമം 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പിന്നെ സെക്കൻഡറി ആയിട്ട് ഒരു 13 മെഗാ പിക്സലിന്റെ f2.2 അമച്ചിൽ വരുന്ന 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ അൾട്രാ വൈഡ് വരുന്നുണ്ട്. അത് ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ട് തന്നെ മാക്രോട്ടും വർക്ക് ചെയ്യും. 4K 30 FPS മാക്സിമം. പിന്നെ ഒരു 10 മെഗാ പിക്സലിന്റെ f2.0 ആപ്പച്ചിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. അവിടെ നമുക്ക് OIS വരുന്നുണ്ട്. നമുക്ക് ബാക്കിലെ 3 ക്യാമറയിൽ നിന്ന് നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ f1.9 ആപ്പച്ചിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട്. ഇവിടെയും 4K 30 FPS റെക്കോർഡ് ചെയ്യാം. സോ മോട്ടോയിലെ എല്ലാ ക്യാമറയിലും 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ റിയൽമി നോക്കുവാണെങ്കിൽ റിയൽമി GT60 നോക്കുവാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറാണ് വരുന്നത്. f1.88 ആപ്പച്ചിലാണ് വരുന്നത്. സോണി ലിറ്റിയ 600 ആണ് സെൻസർ വരുന്നത്. OIS സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പിന്നെ സെക്കൻഡറി നമുക്ക് 8 മെഗാ പിക്സൽ f2.2 ആപ്പച്ചിൽ വരുന്ന സോണി IMX 355 വരുന്നുണ്ട്. അവിടെ നമുക്ക് 1080p 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫുൾ HD റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ വരുവാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ f2.45 ആപ്പച്ചിൽ വരുന്ന സോണി IMX 615 സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈമറി സെൻസർ ഇച്ചിരി ഷാർപ്നെസ് കൂടുതൽ റിയൽമിയാണ്. ശകലം വലിയ വ്യത്യാസമില്ല. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നോക്കുവാണെങ്കിൽ ബെറ്റർ ഇട്ടേക്കുന്നത് മോട്ടോയാണ്. നമുക്കിപ്പോൾ അൾട്രാവൈഡ് വരുന്നുണ്ട്, അതിൽ തന്നെ മാക്രോ വരുന്നുണ്ട്, അതിൽ 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒപ്റ്റിക്കൽ സൂം വരുന്നത് നമുക്ക് 10 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് വരുന്നത്. ഒരു വെർസറ്റൈൽ സെറ്റപ്പാണ് നമുക്ക് മോട്ടോയിലുള്ളത്. എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഫോട്ടോസ് എടുക്കാം, അൾട്രാവൈഡ് എടുക്കാം, നമുക്ക് സാധാരണ ഫോട്ടോ എടുക്കാം, ടെലിഫോട്ടോ എടുക്കാം. സെൽഫി ക്യാമറ ഇച്ചിരി ബെറ്റർ ആയിട്ട് വരുന്നത് റിയൽമിയാണ്. കളേഴ്സിന്റെ കാര്യത്തിലൊക്കെ ഇച്ചിരി ബെറ്റർ റിയൽമിയാണ്. അല്ലാണ്ട് ഓവറോൾ സെറ്റപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ക്യാമറ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത് മോട്ടോയാണ്. ലോ ലൈറ്റ് അടിപൊളിയാണ് മോട്ടോയിൽ. സോ ക്യാമറ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മോട്ടോ ആയിരിക്കും ബെസ്റ്റ് ചോയ്സ്. നമ്മൾ OISന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ ഹലോ UI ആണ്. ആൻഡ്രോയിഡ് 14 വരുന്നുണ്ട് ഔട്ട് ഓഫ് ദി ബോക്സ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. അതേസമയം റിയൽമി GT60 റിയൽമി UI 5.0 ആണ്. ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. സെയിം 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. മോട്ടോ എന്താ പറയുക ഇച്ചിരി സ്ലോ ആണ് അപ്ഡേറ്റ്സ് പുഷ് ചെയ്യാനൊക്കെ. അതേസമയം റിയൽമി കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ഡേറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ ബഗ്സ് രണ്ടിലും അത്ര ബഗ്സ് ഒന്നുമില്ല. നമുക്കറിയാം റിയൽമിയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത UI ആണ്. അതേസമയം മോട്ടോയും അതെ ക്ലീൻ UI ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. റിയൽമിയിൽ ഇച്ചിരി ബ്ലോഡ് വേഴ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ അൺഇൻസ്റ്റാൾ കളയാനും പറ്റും. സോ രണ്ട് UIയും അടിപൊളിയാണ്. രണ്ടിലും അത്യാവശ്യം AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ 4500 mAh ബാറ്ററിയും 125 വാട്ട്സിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ് ഉണ്ട്. പിന്നെ 10 വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിങ്ങും വരുന്നുണ്ട്. നമുക്കൊരു 7 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം പ്രതീക്ഷിക്കാം. 0 to 100 ഒരു 20 മിനിറ്റ് ഉണ്ടാവും. അതേസമയം റിയൽമി GT60 5500 mAh ബാറ്ററിയാണ്. 120 വാട്ട്സിന്റെ ചാർജർ കിട്ടും. ഇതേ സെയിം 7 hours ഒക്കെയാണ് കിട്ടുന്നത്, 7 hours ഒക്കെയാണ് കിട്ടുന്നത്. 0 to 100 ഒരു 25 മിനിറ്റ് ഉണ്ടാവും. കാരണം സെയിം 7 hours പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ ഇച്ചിരി ബാറ്ററി ഡ്രെയിനല്ല, പ്രോസർ ഇച്ചിരി പവർഫുൾ ആയതുകൊണ്ട് തന്നെ ശകലം ബാറ്ററി ജ്യൂസ് കുടിക്കുന്നുണ്ട്, ശകലം. അതുകൊണ്ടാണ് സെയിം ഓൾമോസ്റ്റ് സിമിലർ പറയുന്നത്. ഇനി കണക്റ്റിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ 15 5G ബാൻഡും ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. Wi-Fi 6E വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, USB Type-C 3.1 ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ പോർട്ട് 1.4 സപ്പോർട്ട് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ ഒരു PC ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് USB Type-C to Type-C കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഒരു PC ആയിട്ട് ഉപയോഗിക്കാം. അത് അടിപൊളിയാണ്. പിന്നെ അതേസമയം നമുക്ക് റിയൽമി GT60 13 5G ബാൻഡാണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, Wi-Fi 6 ആണ് വരുന്നത്. ഇവിടെ NFC വരുന്നുണ്ട്, USB Type-C 2.0 ആണ് വരുന്നത്. പിന്നെ IR ബ്ലാസ്റ്ററും വരുന്നുണ്ട്. സോ കണക്റ്റിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പുറം USB Type-C 3.1 വരുമ്പോൾ ഇവിടെ നമുക്ക് IR ബ്ലാസ്റ്റർ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ. രണ്ടിലും ഓൾമോസ്റ്റ് സിമിലർ ഒക്കെയാണ് കണക്റ്റിവിറ്റി കാര്യം. ഇനി മെയിൻ കാര്യം പ്രൈസ് ആണ്. നമുക്ക് മോട്ടോ എഡ്ജ് 50 പ്രോയിൽ 8GB 256 GBക്ക് 31,000 രൂപയും 12GB 256 35,000 രൂപയാണ്. അതേസമയം റിയൽമി ആണെങ്കിൽ 8GB 128 34,000 രൂപയും 8GB 256 36,000 രൂപയും 12GB 256 38,000 രൂപയും 12GB 512GBക്ക് 42,000 രൂപയാണ്. സോ മോട്ടോ റിയൽമിനേക്കാളും എന്തുകൊണ്ടും ഓൾമോസ്റ്റ് 2,000 രൂപ ചീപ്പറാണ്. സോ പ്രൈസിൽ എന്താ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ബിൽഡ് ക്വാളിറ്റി കിട്ടും, ഡിസ്പ്ലേ ഓൾമോസ്റ്റ് സിമിലർ ആണ്, ബെറ്റർ ക്യാമറ സെറ്റപ്പ് കിട്ടും, ബെറ്റർ വെർസറ്റൈൽ ഒരു ക്യാമറ സെറ്റപ്പ് കിട്ടും, ബെറ്റർ എന്താ പറയുക നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടും, അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും. USB Type-C 3.1 കിട്ടും, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്
നമുക്ക് മോട്ടോയിൽ വരിക. അതേസമയം റിയൽമിയിൽ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ബെറ്റർ പ്രോസർ കിട്ടും. ബെറ്റർ പെർഫോമൻസ് ഉള്ള ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമുക്ക് റിയൽമി ആണ് ഇച്ചിരി ബെറ്റർ. ഡിസ്പ്ലേ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്, എന്നാലും ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെയാണ്. സോ ഗെയിമേഴ്സിന് പറ്റിയൊരു ഫോണാണ്, അല്ലെങ്കിൽ പവർ യൂസേഴ്സിന് പറ്റിയൊരു ഫോണാണ് റിയൽമി GT60. അല്ലാണ്ടൊരു എന്താ പറയുക ഓവറോൾ ബാലൻസ്ഡ് ഫോണാണ് നിങ്ങൾക്ക് വേണ്ടത്. ക്യാമറ വേണം, ഡിസ്പ്ലേ വേണം, അത്യാവശ്യം പെർഫോമൻസ് വേണം, ബിൽഡ് ക്വാളിറ്റി വേണം, കാണാൻ ഭംഗിയുള്ള ഫോം വേണം, എല്ലാം കൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഫോൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓവറോൾ ബാലൻസ്ഡ് ഫോൺ വെച്ച് നോക്കുവാണെങ്കിൽ മോട്ടോ തന്നെയാണ്. മോട്ടോ എഡ്ജ് 50 Pro ആണ് ബെറ്റർ ഫോൺ. സോ ഗെയിമേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് റിയൽമി ആയിരിക്കും. അതേസമയം ബാലൻസ്ഡ് യൂസേഴ്സിന് എല്ലാം അടങ്ങിയൊരു ഫോൺ വേണമെന്നുള്ളവർക്ക് മോട്ടോ എഡ്ജ് 50 Pro ആണ് ബെറ്റർ. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.